ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി പറയുകയാണ്, അതെ വീട്ടിലേക്ക് പോകാം, നമുക്ക് ഇവിടെ ഒരു ആഘോഷം വേണ്ട ഇനി. എല്ലാ കാര്യങ്ങളും തീർന്നല്ലോ, ഡീൽ ഉറപ്പിച്ചല്ലോ, ചേട്ടന് ഡീല് കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ നമുക്കിവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല സച്ചിയേട്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതല്ല രേവതി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. വേറെ ചില പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം, അത് ഞാൻ പറയുന്നത് കേൾക്കുകയും ചെയ്തു. അതുകൊണ്ട് സച്ചിയേട്ടാ, ആ പ്രോഗ്രാമിന് ഏതായാലും നമുക്ക് കൂടണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയണം. രേവതി അത് പിന്നെ മര്യാദക്ക് വീട്ടിലേക്ക് വരാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശരി എങ്കിൽ പിന്നെ വീട്ടിലേക്ക് പോകാം, അങ്ങനെ ആവട്ടെ എന്ന് പറയാം. അപ്പോൾ പിന്നീട് നമ്മുടെ രവിയെ കാണിക്കണം. അപ്പോൾ രവി ബാക്കി എല്ലാവരും കൂടി താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും സുധി ഓടി വന്നിട്ട്, അച്ഛാ അത് പിന്നില്ല അച്ഛാ, ഞാൻ അച്ഛനോടൊരു കാര്യം പറയട്ടെ. എന്താന്ന് വെച്ചാൽ നീ പറ, എന്താ നിനക്കൊരു ഷോപ്പിങ്? അല്ല അത് പിന്നെ അച്ഛാ, ഇവിടെ ഡീലൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ചെറിയൊരു പാർട്ടിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, മനസ്സിലായി? എന്താണ് പാർട്ടി കാര്യങ്ങളെന്നൊക്കെ നടക്കട്ടെ, അതിൻ്റെ രീതിയിൽ നടക്കട്ടെ, ആ പാർട്ടികളെല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി. ആണോ അച്ഛാ? സന്തോഷമായി അച്ഛാ. പക്ഷേ ഒരു കാര്യമുണ്ട് മോനെ, നീ കുടിച്ചിട്ട് വീട്ടിലേക്ക് വരാൻ നിൽക്കരുത്, പറഞ്ഞ മനസ്സിലായല്ലോ? കുടിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം നീ ശരിക്കറിയാം സുധി. ഇല്ലച്ചാ, ഞാൻ കുടിക്കില്ല, ഞാൻ ചുമ്മാ പാർട്ടിക്ക് അവരോടൊപ്പം ചുമ്മാ കൂടാവുന്നതേ ഉള്ളൂ, ഞാൻ കുടിക്കുന്നില്ല അച്ഛാ, സത്യമായിട്ട് ഞാൻ കുടിക്കില്ല എന്ന് സുധി പറയാം. എങ്കിലേ മോൻ ചെല്ല്. അപ്പോഴേക്കും ഇവർ പോകുന്ന വിവരങ്ങൾ ശ്രുതിയും അതേപോലെ തന്നെ ബാക്കി ഈ മീരയൊക്കെ അറിഞ്ഞില്ല. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ്. കാരണം സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ എങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് വേണം ഈ വീഡിയോ എടുത്തിട്ട് ഈ ആൻ്റണിക്ക് അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ മീരയോട് പറയണം, നീ എങ്ങനെയെങ്കിലും സച്ചിയെ പോയി തടയാനായിട്ട് നോക്കാനായിട്ട്. അങ്ങനെ ശരി, ഞാൻ തടഞ്ഞു നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മീര അങ്ങോട്ട് സച്ചിയുടെ പിന്നാലെ ചെല്ലുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ നേരെ സച്ചിയും രേവതിയും കൂടി നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. താഴത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്ക് നിങ്ങളെങ്ങോട്ട് പോകുന്നു നോക്കളെ? അച്ഛാ പിന്നെ അത് ഞങ്ങളും വീട്ടിലേക്ക് വരികയാണ് അച്ഛാ. ആണോ? അപ്പോൾ ഇവിടെ ഇത് പരിപാടിക്കുന്ന അതല്ല അച്ഛാ, എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്ന് ഊരിപ്പറിച്ച് കളഞ്ഞിട്ട് എൻ്റേതായ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമായി അച്ഛാ, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചത്. എടാ നീ വീട്ടിലേക്ക് വന്നാൽ എങ്ങനെയാടാ ശരിയാവുന്നത്? ശ്രുതിക്ക് ഡീല് കിട്ടി, പിന്നെ കുടുംബക്കാരെല്ലാവരും ഇവിടെ വേണമല്ലോ, എന്നുവെച്ചാൽ ഞങ്ങൾ പോവാണ്, പക്ഷേ സുധിയുടെ 2 അനിയന്മാരും ഇവിടെ വേണം. കാരണം നിങ്ങൾ വലിയ ബിസിനസ്സുകാരാണെന്നല്ലേ അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാർട്ടി തീരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സാർ എന്ത് വിചാരിക്കും? സാറ് നമ്മളൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളിവിടെ നിൽക്കണം. ആണോ അച്ഛാ? അപ്പോൾ ഞാനിവിടെ നിൽക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്? അതെ, ഇവിടെ നിന്നേ മതിയാവുള്ളൂ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. രേവതി പറഞ്ഞു കേട്ടു രേവതി, അച്ഛനെ എന്നോട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ശരി, നമുക്ക് നിൽക്കാം സച്ചിയേട്ടാ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രവിയാണെങ്കിൽ, എടാ സച്ചി, ഞാൻ നിന്നോട് ഇവിടെ നിന്നോളാനൊക്കെ പറഞ്ഞു, പക്ഷേ ഇവിടെ കുറേ മദ്യമൊക്കെ ഉണ്ട്, ആ മദ്യം എല്ലാം കൂടെ എടുത്ത് വലിച്ചു കയറ്റാൻ നിൽക്കരുത്. വീട്ടിലേക്ക് വരുന്നത് നീ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ വേണം വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട്, പറഞ്ഞ മനസ്സിലായല്ലോ എന്നിങ്ങനെ സച്ചിയോട് പറയണം. ശരിയെന്ന് സച്ചിയും പറഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു സന്തോഷത്തിലിടം മടങ്ങും. അപ്പോൾ മീരയ്ക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നി. അപ്പോൾ ശ്രുതി വന്ന് ചോദിക്കണം, എന്തായി കാര്യങ്ങളൊക്കെ? എടി എനിക്ക് സച്ചിയോട് പറയേണ്ടി വന്നില്ല ഇവിടെ നിൽക്കാനായിട്ട്. അതിനു മുമ്പ് തന്നെ അങ്കിൾ സച്ചിയോട് പറഞ്ഞു, ഇവിടെ നിൽക്ക്, പാർട്ടിയെല്ലാം കഴിഞ്ഞിട്ട് ശ്രുതിയോടൊപ്പം ഒരുമിച്ച് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ആണോ? ദൈവമേ, സന്തോഷമായി, ഇനി ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പിന്നീട് നമ്മുടെ സുധിയെ കാണിക്കുകയാണ്. അപ്പോൾ സുധിയാണെങ്കിൽ ഈ സാറിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കുക. അപ്പോൾ സാറാണെങ്കിൽ നല്ല മദ്യപടി. അപ്പോൾ സാറെ ഇങ്ങനെ ചോദിക്കണേ, സുധി കഴിക്കുന്നില്ലേ? കഴിക്കുക. അയ്യോ അത് പിന്നെ സാറേ, ഞാനേ അങ്ങനെ മദ്യപിക്കാറില്ല. എടോ ഇതൊക്കെ വേണമല്ലോ, കാരണം വലിയ വലിയ പാർട്ടികളൊക്കെ പങ്കെടുക്കുമ്പോൾ, വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നേടുമ്പോൾ ഇത് പതിവാണ്. എടോ ഇത് ലോക്കലൊന്നല്ല, തനി ബ്രാൻഡഡ് സാധനം തന്നെയാണ്. തനിക്ക് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എടോ ഇതൊന്നും ലേശം കുടിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡെയിലി ആകാതിരുന്നാൽ മതി. ഇങ്ങനെ ചില പാർട്ടികളും ഫംഗ്ഷനൊക്കെ പോകാൻ നേരത്ത് ഒരു പെഗ്ഗൊക്കെ അടിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലടോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ, സാറേ അത് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, തനിക്ക് ഡീലെല്ലാം കിട്ടി ആകെ സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് നിൽക്കുന്ന ആ സമയമാണ്. ആ സമയത്ത് താൻ ഇങ്ങനെ എൻ്റെ ഇപ്പോൾ ഒരു കമ്പനിക്ക് ഇതൊന്നും കൂടിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു ഡീലർഷിപ്പ് എന്നൊക്കെ പറയുന്നത്? എടോ
അതെ, പിന്നെ എൻ്റെ ഓണറിനോടൊരു തെറ്റ് ചെയ്യുന്നത് പോലെ ആയി പോകട്ടോ. അയ്യോ അയ്യോ അങ്ങനെയൊന്നുമില്ല സാറേ, എങ്കിൽ പിന്നെ താനൊരു പെഗ് അടിക്കടോ എന്നിങ്ങനെ പറയാ. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സോട് കൂടി തന്നെ സുധിയാണെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്നൊരു പെഗ്ഗൊക്കെ മേടിക്കുക. ഇങ്ങനെ പെഗ്ഗൊക്കെ മേടിച്ച് ഇങ്ങനെ പതിയെ കുടിക്കുക. ആ സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത്. ഈ സച്ചിയാണ് സുധിയേട്ടനൊക്കെ എവിടെ പോയി കിടക്കുന്നു? ഏതായാലും അവർ കുടിക്കലെന്നുണ്ടാവില്ല, അച്ഛൻ പറഞ്ഞിരിക്കുകയാണല്ലോ കുടിക്കണ്ട എന്നൊക്കെ. അങ്ങനെ പെട്ടെന്ന് ശ്രീകാന്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുധി ഇരുന്ന് നല്ല അടിയണേ. സുധിച്ചേട്ടനല്ലേ അത്? സുധിച്ചേട്ടൻ എന്താണ് ഈ മദ്യം അടിച്ചോണ്ടിരിക്കുന്നത്? അപ്പം ഇങ്ങനെ ഇതും തുടങ്ങിയല്ലേ? ഇപ്പം കാണിച്ചു തരാം. സുധിച്ചേട്ടാ എന്ത് പരിപാടി സുധിച്ചേട്ടാ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എടാ മോനെ ശ്രീകാന്തേ, ഈ മിണ്ടല്ലേടാ, അത് പിന്നെ ഇതൊക്കെ ഒരു കമ്പനി അല്ലേടാ, അപ്പോൾ വല്ലപ്പോഴും ഒന്നടിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇല്ല. അപ്പോൾ ശ്രീകാന്തിനെ ഈ സാറ് വിളിക്കണം. ഹലോ ശ്രീകാന്ത്, ഒരെണ്ണം അടിക്കുന്നോ ശ്രീകാന്ത്? അയ്യോ അത് പിന്നെ സാറേ, എന്താടോ നിങ്ങൾക്കൊക്കെ പേടിയാണോ? എന്തിന്? ഒരു പെഗ് അടിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, ഞങ്ങളുടെ ഒപ്പം കമ്പനി കൂടറോ? അപ്പോൾ ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അതെ ശ്രീകാന്തേ, നമ്മൾ ഒരെണ്ണം അടിച്ചില്ലെങ്കിലേ അയാൾക്ക് എന്ത് തോന്നും, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരെണ്ണം അടിക്കാന്നൊക്കെ വിചാരിച്ചത്. എടാ നീയും കൂടറാ, അല്ലെങ്കിൽ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലായി പോകൂടാ, അതുകൊണ്ട് നീയൊന്ന് കൂടറ മോനെ എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് ശരി, ബ്രാൻഡഡ് സാധനമല്ലേ, എങ്കിൽ പിന്നെ ഞാൻ ഒരെണ്ണം അടിച്ചേക്കാം അല്ലേ, എടാ അതാടാ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രീകാന്തും സുധിയും കൂടി നല്ല അടിയാ. അങ്ങനെ ചിയേഴ്സൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വായിലിട്ട് അങ്ങോട്ട് കമത്തുകയാണ്. അപ്പോൾ ഈ സമയം തന്നെ സച്ചിക്കാണെങ്കിൽ ഒരു രക്ഷയില്ല. സച്ചിക്ക് കുടിക്കാഞ്ഞിട്ട് ഒരു സുഖവും ഇല്ല. ദൈവമേ, എൻ്റെ ദൈവം, ഇതെല്ലാം കണ്ടിട്ട് വായെന്ന് വെള്ളം ഊറുന്നല്ലോ. രേവതി ആണെങ്കിലും ഇത് കുടിക്കണ്ടെന്നും പറയുന്നു, അച്ഛനാണെങ്കിലും പറയുന്നു കുടിക്കണ്ടെന്ന്. ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി പോയല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ഇങ്ങനെ മനസ്സിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ രേവതിയെ കാണിക്കുകയാണ്. രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ, ഒറ്റപ്പെട്ടൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ വർഷ വരുന്നത്. അപ്പോൾ വർഷ ഏതോ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിൽക്കുക. അപ്പോഴാണ് രേവതിയെ കാണുന്നത്. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് ചേച്ചി ഇവിടെ നിൽക്കാമായിരുന്നോ? ചേച്ചി വല്ലതും കഴിച്ചായിരുന്നോ ചേച്ചി എന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല വർഷം ഒന്നും കഴിച്ചില്ല. എങ്കിൽ പിന്നെ നമുക്ക് കഴിച്ചാലോ? അത് പിന്നെ സച്ചിയേട്ടനെയും ഒന്ന് വിളിക്കണ്ടേ വർഷേ? അപ്പോൾ ഞാനേ ഇങ്ങനത്തെ ഈ ഹോട്ടലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, എനിക്ക് ഇങ്ങനത്തെ ഹോട്ടലൊക്കെ പോയിട്ട് ഒരു പരിചയമില്ല വർഷേ, അതുകൊണ്ട് ഒരു ചമ്മൽ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എന്തിനാ ചേച്ചി ചമ്മുന്നത്? പക്ഷേ നീ പോയിട്ടുണ്ട് ഇതേപോലെ ഹോട്ടലിൽ? പിന്നെ അല്ലാതെ ഞാൻ എത്രയോ വമ്പൻ ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ കൂടെ പാർട്ടിയൊക്കെ കൂടാൻ വേണ്ടി പോയിട്ടുണ്ട് വർഷേ. അപ്പം ഇതിനൊക്കെ ചെയ്തതിന് ഒരുപാട് ചിലവാകില്ല വർഷേ? പിന്നെ അല്ലാതെ ഒരു 5 ലക്ഷം രൂപയോളം ആകും ഇതൊക്കെ ചെയ്തതിന്. 5 ലക്ഷം രൂപയോ? എൻ്റെ ദൈവമേ, ആ പൈസ എൻ്റെ സച്ചിയേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലേ ഞങ്ങളൊരു റൂം പണിതാനായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്ക് ചിരി വരിക. അപ്പോൾ ഏതായാലും നമുക്ക് സച്ചിയേട്ടനെ കൂടി ഒന്ന് വിളിക്കാം. അങ്ങനെ സച്ചി രേവതിയെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, എന്താ സച്ചിയേട്ടാ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എൻ്റെ രേവതി ആകെ ഒരു സങ്കടം രേവതി, എല്ലാവരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, വന്ന് കുടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇവിടെ നല്ല ബ്രാൻഡഡ് മദ്യമൊക്കെ ഇരിക്കണ രേവതി, ലോക്കലല്ലെന്നേ. ഇതൊന്നും കുടിച്ചാൽ യാതൊരു കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നില്ല. ഞാനിത് കുടിച്ചില്ലെങ്കിലേ അവർക്ക് സങ്കടം ആവില്ല രേവതി. ഇത് കഴിഞ്ഞപ്പോഴൊക്കെ അയ്യോടാ, ആ സാറിന് സങ്കടം ആവണമെങ്കിലേ അങ്ങോട്ട് ആയിക്കോട്ടെ, സച്ചിയേട്ടനെ അവിടെ മര്യാദയ്ക്ക് അടങ്ങിയിരുന്നാൽ മതി കേട്ടല്ലോ. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്ന്. കുടിച്ചിട്ടെങ്ങാനും വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും മാറും. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് ഇല്ല ശരി എന്നാൽ ഫോൺ അങ്ങോട്ട് വെച്ചേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് വെക്കുക. അപ്പോൾ ഫോൺ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ വർഷയോട് സച്ചിടം പറയുക, ഒരു പെഗ് അടിച്ചില്ലെങ്കിൽ അവർക്ക് പിണക്കാവില്ലേ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരി ചേച്ചി നമുക്കെന്നാൽ അവരുടെ അടുത്തോട്ട് പോകാം, അവരെ വിളിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ചെല്ലാം. അപ്പോൾ ഇതും കേട്ടോണ്ടിരിക്കുകയായിരുന്നു ശ്രുതി. ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, രമീര പറഞ്ഞു കേട്ടില്ലേ, സച്ചിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കാൻ പോവുകയാണ് രേവതി. അങ്ങനെ സച്ചി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മദ്യം അടിക്കില്ല. അപ്പം അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ എങ്ങനെയും തടഞ്ഞാൽ മതിയാവുള്ളൂ. നീ ചെല്ലി മീര എങ്ങനെയെങ്കിലും തടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മീര അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അല്ല രണ്ടുപേരും കൂടി എങ്ങോട്ടാ? അത് പിന്നെ സച്ചിയേട്ടനെയൊക്കെ വിളിക്കാൻ പോവുകയാണേ, ഭക്ഷണം കഴിക്കണമല്ലോ. അല്ല നിങ്ങൾക്ക് എന്താ സച്ചിയേട്ടൻ വന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുള്ളൂ? അങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാന്ന് പറയാ. അതൊന്നും സാരമില്ലെന്നേ, അവരവിടെ ഇരിക്കട്ടെ, അവരൊരു കമ്പനി കൂടാൻ വേണ്ടിയല്ലേ, എന്നാലും അവർ വന്നില്ലെങ്കിൽ ഒരു സുഖമില്ല. ഇപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രേവതി അങ്ങോട്ട് ചെല്ലും. രേവതി എന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് വരും.
അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ സാറെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ ആയി പോകില്ലേ? അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കട്ടെ, പിന്നീട് അവർ ഭക്ഷണം കഴിച്ചോളും. ഇനിയിപ്പോൾ സച്ചി മാത്രമായിട്ട് വന്നു കഴിഞ്ഞ് ശ്രീകാന്തും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകും. ആ സാറ് ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരില്ലേ? അപ്പോൾ അതൊക്കെ അവരെ നമ്മളെ മുഷിച്ച് ചെയ്യുന്ന രീതിയായി പോവില്ലേ? അതുകൊണ്ട് അതൊന്നും വേണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇവിടെ ഞാൻ ഭക്ഷണം എടുത്തുകൊണ്ട് വരാമെന്ന് പറയാം. അപ്പോൾ വർഷയാണെങ്കിൽ ചേച്ചി ആ കാര്യം പറഞ്ഞ സത്യം തന്നെയാണ്, നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാം, എങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുകയല്ലേ വർഷയെ, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ ഇരിക്കുക. ശ്രുതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഏതായാലും മീരെ എല്ലാം സക്സസ് ആയില്ലേ, ഇനി ആ ഫോൺ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം, എങ്ങനെയെങ്കിലും സച്ചിയെ കൊണ്ട് കുറച്ച് മദ്യം കുടിപ്പിക്കണം എന്നൊക്കെ പറയാം. അങ്ങനെ സച്ചിയാണെങ്കിൽ ആ ഒരു സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതിയുടെ കൂട്ടുകാരൻ കുട്ടിച്ചിലേക്ക് കേട്ട് സച്ചിയെ നോക്കിയിട്ട്, ഈ മുഖമെങ്ങോ പരിചയമുണ്ടല്ലോ, എവിടെയോ കണ്ടൊരു മുഖപരിചയം, നിങ്ങൾ ആരാണ്? നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഇയാൾ തുടങ്ങിയ അത് ഇതും പഴഞ്ചൊല്ലു പറിച്ചിലും അത് പറിച്ചിലും ഇത് പറിച്ചിലൊക്കെ. തലേ ചൂടാൻ പറ്റാതെ പൂവ് ഏതാണെന്നറിയാവോ? കോളിഫ്ലവർ എന്നൊക്കെ ഇങ്ങനെ പറയണം. അയ്യോ കോളിഫ്ലവർ പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോരേ വളിച്ച കോമഡിയൊക്കെ പറയാണ്. സച്ചിക്ക് കാലി വരുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ ദേഹത്ത് പിടിച്ച് അടിക്കുകയും ചെയ്യാണ്. ഇയാളെൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, ഇവനെയൊക്കെ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സുധിയും അതേപോലെ തന്നെ ശ്രീകാന്തൊക്കെ നല്ല കുടിയിലാണ്. ഇവരും കുറച്ചൊക്കെ പൂസായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇയാളുടെ അരിയിലേക്ക് വീണ്ടും ആ വെയിറ്റർ വന്നിട്ട് മദ്യം കൊടുക്കുകയാണോ, താൻ ആരാടോ, തന്നെ ഞാൻ എവിടെ കൊണ്ട് പരിചയമുണ്ട്, ഞാൻ മുഹമ്മദ് മനസ്സിലായി എടുത്തുകൊണ്ട് പോയിക്കോ. അങ്ങനെ വീണ്ടും കുടിക്കുകയാണ്. വീണ്ടും കുടിച്ചിട്ട് വീണ്ടും സച്ചിയോട് ചോദിക്കുകയാണ്, തന്നെ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ, താൻ ആരാണ്? എടാ എണീറ്റ് പോയിക്കോ, അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും. അയ്യോ എന്താണ് ചേട്ടാ ഇത്, ഞാനൊരു കോമഡി പറഞ്ഞല്ലേ, അതിനെങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുണ്ടോ? മര്യാദയ്ക്ക് എണീറ്റ് പോയിക്കോ, അല്ലെങ്കിൽ ശരിക്കും എൻ്റെ ഇത് മേടിക്കും. അയ്യോ ദേഷ്യപ്പെടല്ലേ, ഞാൻ എണീറ്റ് പോയിക്കോളാവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. അപ്പോൾ ഈ ശ്രുതിയും ശ്രീകാന്തൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അത് സച്ചിയേട്ടനല്ലേ ഇരിക്കുന്നത് എന്നും വിചാരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. എടാ സച്ചി, നീ എന്താണ് ഇവിടെ ഇരിക്കുന്നത്? എൻ്റെ പൊന്നു മോനെ സച്ചി, എടാ ഒരു പെഗ് അടിക്കടാ, ഈ ചേട്ടനല്ലേ പറയുന്നത്, ചേട്ടന് വലിയ ഡീലർഷിപ്പൊക്കെ കിട്ടിയിരിക്കുകയല്ലേടാ മോനെ, അതുകൊണ്ട് ചേട്ടൻ പറയുന്നൊന്ന് കേൾക്ക്. എന്തു പറഞ്ഞാലും ഈ ചേട്ടനല്ലേ നിന്നെ വലിയൊരു ടാക്സി ഓണർ ആക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നീ ഒന്ന് പറഞ്ഞാൽ കേൾക്കടാ, എനിക്ക് വേണ്ട, നീയൊക്കെ കുടിച്ച് ലെക്ക് കേട്ടിരിക്കുകയാണല്ലേ. എടാ ഇതൊക്കെ ഭയങ്കര കഷ്ടമുണ്ടോ? ദേ അച്ഛനോട് പറഞ്ഞ വാക്കൊക്കെ മറന്നുപോയോ? എടാ അച്ഛനൊന്നും അറിയാൻ പോകുന്നില്ലടാ, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് അച്ഛൻ നല്ല ഉറക്കമായിട്ടുണ്ടാവും. ഇവനെ രേവതിയെ പേടിച്ചിട്ട് എങ്ങനെയൊക്കെ പറയുന്നല്ലേടാ, നീ രേവതിയെ പേടിച്ചില്ലേ? ആ രേവതി പറയുന്നതും അനുസരിക്കണമല്ലോ, അനുസരിച്ചോ. പക്ഷേ ഇപ്പോൾ ഒരു പെഗടിച്ചെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല, വേണ്ട എനിക്കൊന്നും വേണ്ട. അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തും ഭയങ്കര ലെക്കിലിങ്ങനെ നിൽക്കുക. അപ്പോൾ ശ്രീകാന്ത്, അതെ സച്ചിയേട്ടാ, ഞാൻ നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ് സച്ചിയേട്ടാ, സച്ചിയേട്ടൻ്റെ ലുക്കില്ലേ അടിപൊളിയാണ്, സച്ചിയേട്ടന് നല്ല സുന്ദരനായിട്ടുണ്ട്, എൻ്റെ സുന്ദരക്കുട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കവളി കയറി അങ്ങോട്ട് പിടിക്കുക. സച്ചിയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ നടുക്ക് കിടന്ന് നട്ടം തിരിയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.